നഗരത്തിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ ഭീമന്മാരായ സൂര്യ കോർപ്പറേഷനും ചന്ദ്ര ടെക്കും തമ്മിലുള്ള കോർപ്പറേറ്റ് മത്സരത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ ആരംഭിക്കുന്നത്. നമുക്ക് സിദ്ധാർത്ഥിലേക്ക് പോകാം. അവനൊരു ദരിദ്രനായിരുന്നു. സിദ്ധാർത്ഥിനെ വളർത്തിയത് നഗരത്തിലെ ഒരു പ്രമുഖ ടാക്സി കമ്പനിയിലെ ഡ്രൈവറായ നടേശനാണ്. സിദ്ധാർത്ഥിന്റെ ലോകം കമ്പ്യൂട്ടറുകളുടെയും കോഡിങ്ങിൻ്റെയും ഡാറ്റാബേസുകളുടേതുമായിരുന്നു. അവൻ സ്വയം പഠിച്ചെടുത്ത അഡ്വാൻസ്ഡ് AI കോഡിങ്ങിലെ അവൻ്റെ പ്രതിഭ ലോകോത്തരമായിരുന്നു. ഒരു ദിവസം രാജ്യത്തെ ഏറ്റവും അഭിമാനകരമായ കോഡിംഗ് സ്ഥാപനമായ ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാതിൽക്കൽ അവൻ നിൽക്കുകയാണ്. സിദ്ധാർത്ഥ് പ്രവേശന പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയെങ്കിലും ഇന്റർവ്യൂ ബോർഡ് അവനെ തടഞ്ഞു. ബോർഡ് മെമ്പർ: മിസ്റ്റർ സിദ്ധാർത്ഥ്, നിങ്ങളുടെ പ്രകടനം അതിഗംഭീരമാണ്. പക്ഷേ നിങ്ങൾ അംഗീകൃത ഓൺലൈൻ കോഴ്സുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ അച്ഛൻ ഒരു ഡ്രൈവറാണ്. ഞങ്ങളുടെ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളുമായി ചേർന്നു പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് സാമൂഹിക ഇഴയടുപ്പത്തിൻ്റെ പ്രശ്നമാണ്. നിഷേധിക്കപ്പെട്ടതിൻ്റെ വേദനയിൽ സിദ്ധാർത്ഥ് പുറത്തിറങ്ങുന്നു. അവിടെ പ്രീമിയർ സ്ഥാപനത്തിൻ്റെ യൂണിവേഴ്സിറ്റി ബാഡ്ജ് ധരിച്ച സഞ്ജയ് ആനന്ദ് അവനെ പുച്ഛത്തോടെ നോക്കി കടന്നുപോയി. സിദ്ധാർത്ഥിൻ്റെ കഴിവുകളേക്കാൾ വലുതായിരുന്നു അവൻ ജനിച്ചു വളർന്ന ലോകം. പ്രീമിയർ സ്ഥാപനത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ശേഷം സിദ്ധാർത്ഥ് സ്വന്തമായി ഒരു ചെറിയ ടെക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഫണ്ടിംഗ് ലഭിക്കാത്തതിനാൽ അത് പരാജയപ്പെട്ടു. പരാജയത്തിൻ്റെ ആഴങ്ങളിൽ വെച്ചാണ് അവൻ ആരവിനെ കണ്ടുമുട്ടുന്നത്. ഗ്ലോബൽ ഡാറ്റാ സൊല്യൂഷൻസ് എന്ന കോർപ്പറേഷന്റെ തലവനായ ആരവ് തൻ്റെ എതിരാളിയായ സഞ്ജയ് ആനന്ദിനോടുള്ള കടുത്ത വൈരാഗ്യത്തിന് പേരുകേട്ടവനാണ്. ആരവ് സിദ്ധാർത്ഥിൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞു. അവൻ സിദ്ധാർത്ഥിൻ്റെ മുന്നിൽ ഒരു ഓഫറുമായി വന്നു. ആരവ്: സിദ്ധാർത്ഥ്, നിന്റെ കഴിവ് ലോകോത്തരമാണ്. നിന്നെ തള്ളിക്കളഞ്ഞത് ആ മണ്ടന്മാരാണ്. നിനക്കൊരു പ്ലാറ്റ്ഫോം ഞാൻ തരാം. നീ എൻ്റെ കമ്പനിയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ, CTO ആകണം. സിദ്ധാർത്ഥ്: എനിക്കൊരു അംഗീകൃത ബിരുദമില്ല. ആരവ്: ഞാൻ ബിരുദത്തിലല്ല, പ്രതിഭയിലാണ് വിശ്വസിക്കുന്നത്. നീ ആരാണെന്ന് എനിക്കറിയാം. നീ ഒരു സൂതപുത്രനല്ല, നീ എൻ്റെ സഹോദരനാണ്. നിന്റെ കഴിവാണ് എൻ്റെ പാരമ്പര്യം. നീ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് ലോകം നിന്നെ അംഗീകരിക്കും. ആരവിൻ്റെ സ്നേഹവും അംഗീകാരവും സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച വലിയ ബഹുമാനമായിരുന്നു. അവൻ ആ കരാർ ഒപ്പിട്ടു. ആ നിമിഷം മുതൽ ആരവ് അവനെ രാജകീയമായി ബഹുമാനിച്ചു. സിദ്ധാർത്ഥ് CTO ആയതോടെ ആരവിൻ്റെ കമ്പനി കുതിച്ചുയർന്നു. അവരുടെ മിഷിഹ എന്ന് പേരിട്ട സിദ്ധാർത്ഥ് നിർമ്മിച്ച ഒരു രഹസ്യ AI അൽഗോരിതം എതിരാളികളുടെ ഡാറ്റ ചോർത്തി അവരുടെ മാർക്കറ്റ് തന്ത്രങ്ങൾ തകർക്കാൻ തുടങ്ങി. അതേസമയം സഞ്ജയ് ആനന്ദിൻ്റെ ടീമിന് ഉപദേശകനായി അദ്വൈത് എത്തുന്നു. ബുദ്ധിശാലിയായ അദ്വൈത് സിദ്ധാർത്ഥിൻ്റെ AI പവർ ഹൗസായ മിഷിഹായെക്കുറിച്ച് മനസ്സിലാക്കി. കോർപ്പറേറ്റ് യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഇരു കമ്പനികളും തമ്മിലുള്ള മെഗാ ലാഞ്ച് ഇവന്റ് പ്രഖ്യാപിച്ചു. ഈ ഇവന്റിൽ വിജയിക്കുന്നവർക്ക് അടുത്ത 5 വർഷത്തേക്കുള്ള ഏറ്റവും വലിയ സർക്കാർ പ്രൊജക്റ്റ് സ്വന്തമാക്കാം. മെഗാ ലാഞ്ചിന് തൊട്ടുമുമ്പുള്ള രാത്രി സിദ്ധാർത്ഥ് തൻ്റെ ഓഫീസിൽ തനിച്ചായിരിക്കുമ്പോൾ വൃദ്ധനും അവശനുമായ ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് അവനെ കാണാനെത്തി. വൃദ്ധൻ: സിദ്ധാർത്ഥ്, എൻ്റെ പ്രോജക്റ്റ് പരാജയത്തിൻ്റെ വക്കിലാണ്. എൻ്റെ പേരക്കുട്ടിയുടെ ഭാവി പോലും അനിശ്ചിതത്വത്തിലാണ്. അതിനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. നിന്റെ മിഷിഹ ആൽഗോരിതത്തിൻ്റെ മാതൃക അതൊന്നു നൽകണം. നിനക്കത് മറ്റൊന്ന് സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ
എനിക്കിനി സമയമില്ല. മിശിഹായാണ് തൻ്റെ വിജയത്തിൻ്റെ ആണിക്കല്ല് എന്ന് സിദ്ധാർത്ഥിനറിയാമായിരുന്നു. അത് നൽകിയാൽ അടുത്ത ദിവസം ആരവിൻ്റെ കമ്പനി തോൽക്കും. തൻ്റെ പതനം ഉറപ്പാണ്. എന്നിട്ടും ദാനശീലനായ അവൻ്റെ മനസ്സിൽ മറ്റൊന്നും വന്നില്ല. സിദ്ധാർത്ഥ്, എൻ്റെ കഴിവിനെ വിശ്വസിച്ച് സഹായം തേടി വന്ന ഒരാളെ നിരാശപ്പെടുത്തുന്നത് എൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. എടുത്തോളൂ, എൻ്റെ കോഡിൻ്റെ ജീവനാണിത്. വൃദ്ധൻ ആ മോഡൽ വാങ്ങി അവനെ അനുഗ്രഹിച്ചു മറഞ്ഞു. മെഗാ ലാഞ്ച് ഇവന്റ് നടന്നു. സിദ്ധാർത്ഥ് കോഡിംഗ് വേദിയിൽ തൻ്റെ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ രഹസ്യായുധം നൽകിയതിൻ്റെ ഫലമായി ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ സിദ്ധാർത്ഥിൻ്റെ സിസ്റ്റം പരാജയപ്പെട്ടു. പിന്നാലെ സഞ്ജയ് ആനന്ദിൻ്റെ ഊഴമെത്തി. അദ്വൈതിൻ്റെ ഉപദേശം സ്വീകരിച്ച് കൃത്യം ഒരു ദിവസം മുമ്പ് ലഭിച്ച മിശിഹായുടെ അപ്ഡേറ്റഡ് മോഡൽ ഉപയോഗിച്ച് സഞ്ജയ് ആനന്ദ് അവരുടെ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കി. സഞ്ജയ് ആനന്ദിൻ്റെ കമ്പനി വിജയിച്ചു. വലിയ സർക്കാർ പ്രോജക്റ്റ് അവർ സ്വന്തമാക്കി. ആരവിൻ്റെ കമ്പനി തകർന്നു. രംഗം: തകർന്ന വേദിയിൽ പരാജയത്തിൻ്റെ കയ്പ് നിറഞ്ഞ നിമിഷങ്ങൾ. സിദ്ധാർത്ഥ് നിരാശയോടെ കസേരയിൽ ചാരിയിരുന്നു. ആരവ് വേദിയിലേക്ക് ഓടി വന്നു സിദ്ധാർത്ഥിനെ ചേർത്തുപിടിച്ചു. ആരവ്: തോൽവി എൻ്റേതാണ് സിദ്ധാർത്ഥ്. എങ്കിലും നീ എന്തിനാണ് ആ വൃദ്ധന് നിന്റെ അൽഗോരിതം നൽകിയത്? അത് നമ്മുടെ കമ്പനിയുടെ നിലനിൽപ്പായിരുന്നു. സിദ്ധാർത്ഥ് ആരവിനെ നോക്കി. സിദ്ധാർത്ഥ്: ഞാൻ നിങ്ങൾക്ക് ഒരു CTO മാത്രമായിരിക്കാം ആരവ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യമായി അംഗീകരിച്ച ഒരേ ഒരാളാണ് നിങ്ങൾ. എൻ്റെ കഴിവിനെ വിശ്വസിച്ച് സഹായം തേടി വന്ന ഒരാളെ നിരാശപ്പെടുത്തുന്നത് എൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. വിശ്വസ്തത എൻ്റെ കോഡാണ്. അപ്പോഴാണ് അദ്വൈത് അവരുടെ അടുത്തേക്ക് വന്നത്. അദ്വൈത്: നിന്റെ സത്യസന്ധത എന്നെ അത്ഭുതപ്പെടുത്തുന്നു സിദ്ധാർത്ഥ്. നിന്റെ ജന്മരഹസ്യം എനിക്കറിയാം. നീയാണ് സൂര്യ കോർപ്പറേഷൻ്റെ യഥാർത്ഥ അവകാശി. നിനക്ക് വേണമെങ്കിൽ എൻ്റെ സഹായത്തോടെ ആ പാരമ്പര്യം തിരിച്ചുപിടിക്കാം. സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചു. സിദ്ധാർത്ഥ്: എൻ്റെ യഥാർത്ഥ കുടുംബം കോർപ്പറേറ്റുകളിലായിരിക്കാം. പക്ഷേ എൻ്റെ ഹൃദയം ഇവിടെയാണ്, ഡ്രൈവർ നടേശൻ്റെ വീട്ടിൽ. അധികാരം എനിക്ക് പ്രശ്നമല്ല. എൻ്റെ കൂടെ നിന്നവന് വേണ്ടി എൻ്റെ ജീവിതം കളഞ്ഞതിൽ എനിക്ക് അഭിമാനമേയുള്ളൂ. ഞാൻ എൻ്റെ വിശ്വസ്തതയുടെ കോഡ് എഴുതിക്കഴിഞ്ഞു. അതിൽ മാറ്റമില്ല. സിദ്ധാർത്ഥ് ആരവിനൊപ്പം പതുക്കെ നടന്നു നീങ്ങി. അവൻ്റെ ജീവിതം കോർപ്പറേറ്റ് തലപ്പത്തു നിന്ന് താഴേക്ക് പതിച്ചു. പക്ഷേ ഒരു യഥാർത്ഥ വിശ്വസ്തൻ്റെ കോഡ് അവൻ ആ ലോകത്തിന് മുന്നിൽ എഴുതിവെച്ചു. നിങ്ങളുടെ മനസ്സിൽ തട്ടിയ ഈ കോർപ്പറേറ്റ് യുദ്ധകഥയെക്കുറിച്ച് കമൻ്റ് ചെയ്യുക. സിദ്ധാർത്ഥിൻ്റെ ധീരമായ തീരുമാനത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കൂടുതൽ നല്ല കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.